ഒരു പ്രാവശ്യം കൂടെ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. आए सभी लोगों को प्रभु यीशु मसीह के नाम से प्रेम भरा हुआ सलाम। മേൽ ഈ ആഴ്ചയുടെ ആരംഭം മുതൽ ഈ അവസാന ദിവസം വരെയും നമ്മെ കർത്താവ് കാത്തു പരിപാലിച്ചു. ये शुरुआत से लेकर अंत तक परमेश्वर ने हमें सहायता किया है। പറയുന്നതാകുന്ന പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിൽ കടന്നു വന്നു. मुश्किल आने के समय भी അവിടെ എല്ലാം ദൈവം നമ്മെ പരിപാലിച്ചു. परमेश्वर ने वहाँ पे हमें सहायता किया। നാം കഴിഞ്ഞ ദിവസം ചിന്തിച്ചത് ക്രിസ്തീയ ജീവിതം എന്നുള്ള ഒരു വിഷയത്തെ കുറിച്ച്. हमने जो है चिंता जो सोचा था कि मसीह जिंदगी के बारे में, ആ ക്രിസ്തീയ ജീവിതം എന്നുള്ളത് എന്താണ്, जो है मसीह जिंदगी क्या है करके അതിന്റെ ചില വിഷയങ്ങള് ആമേൻ നമുക്ക് ചിന്തിക്കാം. उसे कुछ जो है बातें हम सोचते हैं। ക്രിസ്തീയ ജീവിതം എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ പറയുമ്പോൾ പലരും അതിനെ പല രീതിയിലാണ് ചിന്തിക്കുന്നത്. जो है मसीह जिंदगी सोचने के समय कई लोग उसको कई प्रकार से सोचते हैं। ആ ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനോട് കൂടെ ജീവിക്കുക. मसीह जिंदगी बोल मतलब मसीह के साथ जीना। ക്രിസ്തുവിനോട് കൂടെ ജീവിക്കുമ്പോൾ ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. तो मतलब मसीह का जो स्वभाव हमारे जीवन में होना चाहिए। മാത്രമല്ല ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ ആമേൻ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതം. तो वही नहीं, मसीह जिंदगी मतलब परमेश्वर के लिए जो है समर्पण किया हुआ है। ആ കഴിഞ്ഞ ദിവസം നമ്മൾ അതിനെക്കുറിച്ച് അല്പമായി ഒന്ന് ചിന്തിക്കാനിടയായി. ഒന്നാമത് അനുസരണത്തിന്റെ ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. पहला है तो बात मानने वाला है मसीह जिंदगी। എബ്രായർക്ക് എഴുതിയ ലേഖനം അതിന്റെ 10-ാം അധ്യായം 9-ാം വാക്യം വായിക്കുമ്പോൾ ഇബ്രാനി 10:9 इब्रानी उसका 10 का 9 पढ़ने के समय ആമേൻ അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, वहां पे हम ऐसा पढ़ते हैं, ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ രണ്ടാമത്തതിനെ സ്ഥാപിപ്പാൻ ഒന്നാമത്തതിനെ നീക്കിക്കളയുന്നു. वह लिखा है, फिर यह भी कहता है कि देख मैं आ गया हूँ ताकि तेरी इच्छा पूरी करूँ। निदान वह पहले को उठा देता है ताकि दूसरे को नियुक्त करे। ഇവിടെ പറയുന്നത് ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യാൻ വരുന്നു. तो बोला कि मैं तेरी इच्छा करने के लिए आता हूँ। അപ്പോ എന്റെ ഇഷ്ടമല്ല, ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി അനുസരിക്കുന്ന അല്ലെങ്കിൽ സമർപ്പിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം. तो हमारे नहीं जो है परमेश्वर के लिए अपने आप को समर्पण करना, वो है मसीह जिंदगी। ക്രിസ്തീയ ജീവിതം ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കപ്പെടുമ്പോൾ പിന്നീട് ഉള്ളത് ക്രിസ്തു മാത്രമായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. तो मसीह के लिए जब हम जीते हैं, तो फिर आगे मसीह हमारा लक्ष्य होना चाहिए। എന്ന് പറഞ്ഞാൽ പിന്നീടുള്ളത് നമ്മുടെ ഇഷ്ടങ്ങളോ നമ്മുടേതായുള്ള കാര്യങ്ങളോ അല്ല, ക്രിസ്തുവിന്റെ ഇഷ്ടം മാത്രമായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ. तो हमारा कुछ भी नहीं, बस मसीह का जो है बात होना चाहिए। അപ്പൊ ക്രിസ്തുവിന്റെ ഇഷ്ടത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ മാത്രമേ ദൈവത്തിന്റെ ഹിതം അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ നിറവേറും. तो हम जो अपने आप को देंगे तभी मसीह का जो इच्छा पूरी होगा। അതാ ഞാൻ പറഞ്ഞത്, ഒന്നാമത് ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ അനുസരണത്തിന്റെ ജീവിതം. तो पहला जो है वो है आज्ञाकारी होने का जिंदगी। അപ്പോ അനുസരിക്കുക എന്നുള്ളത് ആമേൻ അത് ആജ്ഞാപിക്കുക എന്നുള്ളതല്ല, അനുസരിക്കുക. तो वो जो है आज्ञा नहीं देना, वो आज्ञाकारी होना। ദൈവം പറയുന്നത് അതുപോലെ ചെയ്യും. तो जो है परमेश्वर जो दिया है उसको वैसे ही करना। യേശുവിനെ കുറിച്ച് അങ്ങനെ അവൻ അനുസരണമുള്ളവനായി തീർന്നു എന്ന ദൈവവചനം പറയുന്നു. यीशु के समय वो है, उन्होंने आज्ञाकारी दिया था। ആ നമ്മള് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം വായിക്കുമ്പോൾ അവിടെ പറയുന്നത് യേശു ദൈവസന്നിധിയിൽ അനുസരണമുള്ളവനായി തീർന്നു. हम फिलिप्पी किताब पढ़ने के समय यहाँ पे लिखा है कि यीशु मसीह जो आज्ञाकारी रहे। ആ ദൈവം പറയുന്നത് അനുസരിക്കുവാൻ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. परमेश्वर जो बोला वो बात मानने के लिए अपने आप को दे दिया। നാം ഒരു ദൈവ പൈതലായി തീരുമ്പോൾ ക്രിസ്തുവിന്റെ ഹിതത്തിനായി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുക. जब हम जो परमेश्वर के लोग बनते हैं, तो हमें अपने आप को मसीह को देना है। യേശുവിന്റെ ശിഷ്യന്മാരെ നോക്കിയേ, ആ യേശുവിന്റെ ശിഷ്യന്മാർ അങ്ങനെ ചെയ്തത്. यीशु मसीह के चेलों को देखिए, यीशु मसीह के चेलों ने वैसे ही किया है। യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ എന്റെ പിന്നാലെ വരുവീൻ എന്ന് പറഞ്ഞപ്പോൾ അവർ സകലതും വിട്ട് യേശുവിന്റെ പിന്നാലെ വന്നു. जब भी वो लोग मुझे सब सब छोड़ के मेरे पीछे होकर के बोलने के समय वो लोग सब कुछ छोड़ दिया। യേശു ഇത്രേ പറഞ്ഞുള്ളൂ, നിങ്ങൾ എന്റെ പിന്നാലെ വരുവീൻ. यीशु ने यही कहा कि तुम मेरे पीछे आ जाओ। അവർ സകലതും വിട്ട് വന്നെന്നാ പറയുന്നു. उन्होंने सब कुछ छोड़ के आ करके बोलते हैं। എന്ന് പറഞ്ഞാൽ അവരുടേതായിട്ടുള്ള വിഷയങ്ങളെ വിട്ട് ദൈവത്തിന്റെ ഹിതത്തിനായി ഏൽപ്പിച്ചു കൊടുത്തു. मतलब उनका सब कुछ छोड़ के परमेश्वर की इच्छा की और उन्होंने दे दिया। അതാണ് പറഞ്ഞത് അനുസരണത്തിന്റെ ജീവിതം. इसलिए मैंने बोला कि आज्ञाकारी होने का जिंदगी।
അത് നമ്മൾ ബൈബിളിൽ ആദ്യം മുതലേ നമ്മൾ കണ്ടുവരുന്ന ഒരു വിഷയം. तो जो है हम देखते बाइबल में शुरुआत से हम देख के आ रहे हैं। ആദാമിനോട് ദൈവം പറഞ്ഞു, നീ ഇതെല്ലാം നോക്കി നടത്തി ഇതിനെ സൂക്ഷിക്കുക. आदम को कहा कि तुम ये सब जो है देखभाल करना है। അവൻ കുറച്ച് ദിവസങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു അങ്ങനെ നോക്കി നടത്തി. मुझे लगता है कुछ समय तक उसने ऐसा किया, പക്ഷെ അല്പ ധ്യാനം അവന്റെ ശ്രദ്ധ മാറിയപ്പോൾ അവിടെ ആ ആ, കൽപ്പന ലംഘനം നടന്നു. लेकिन वहां पे जो है थोड़ा जो है ध्यान नहीं दिया तो आगे का उल्लंघन हुआ, അതുകൊണ്ട് അവിടെ പാപം കടന്നു വന്നു. इसलिए पाप वहां पे आया। എന്താ സംഭവിച്ചത്? മനുഷ്യൻ അനുസരണക്കേടിൽ വീണു, തെറ്റിലേക്ക് വീണു. क्योंकि मनुष्य जो है वो गलत में जो है चला गया। ആ മനുഷ്യനെ തിരികെ കൊണ്ടുവരുവാൻ വേണ്ടിയാണ് ഉൽപ്പത്തി പുസ്തകം മുതൽ നമ്മൾ കാണുന്നതായിട്ടുള്ള ദൈവിക പ്രവൃത്തി. और वही लोगों को वापस लेके आने के लिए हम देखते हैं उत्पत्ति किताब में जो हम देख रहे हैं। ഉൽപ്പത്തി മുതൽ മലാഖി വരെ നമ്മൾ നോക്കുമ്പോൾ ഈ ജനത്തെ മടക്കി കൊണ്ടുവരുവാൻ വേണ്ടി ദൈവത്തിന്റെ പ്രവൃത്തിയെ കാണാൻ കഴിയും. हम उत्पत्ति से मलाकी देखने समय लोगों को, परमेश्वर के लोगों को वापस लेके आने के लिए जो बातें हैं वो हम देखते हैं। പാപത്തിൽ വീണ മനുഷ്യനെ പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ വേണ്ടി ദൈവത്തിന്റെ പദ്ധതിയെ നമുക്ക് കാണാൻ കഴിയും. पाप में गिरे व्यक्ति को पाप से बचाने का वो हम देखते हैं। അങ്ങനെ നമ്മൾ കാണുന്നു. ആമേൻ. ഓരോ വ്യക്തികളെ കുറിച്ച് പഠിക്കുമ്പോഴും അവന്റെ ജീവിതം പഠിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. तो हम ये हर एक जन के बारे में पढ़ने के समय, उनका जिंदगी देखने के समय हम देख सकते हैं। ഉൽപ്പത്തി പുസ്തകം അതിന്റെ 6-ാം അധ്യായത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ उत्पत्ति काम 6 में जाने के समय അവിടെ നമുക്കൊരു വ്യക്തിയെ കാണുവാൻ കഴിയുന്നു. वहां पे हम एक व्यक्ति को देख सकते हैं। 6-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. उसका 6 का 8 में हम देखते हैं। അവൻ എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു എന്ന് കാണുവാൻ കഴിയും. वहां पे 6 का 8 में ऐसा लिखा है कि परंतु यहोवा के अनुग्रह की दृष्टि नूह पर बनी रही। അവൻ ദൈവത്തിന്റെ കൃപ ഒരു വ്യക്തിയുടെ മേൽ മാത്രം ഇറങ്ങി വന്നു. मतलब परमेश्वर का जो है वो एक व्यक्ति के ऊपर अनुग्रह उतर कर आ रहा है। എന്തെന്നറിയാമോ? ജനമെല്ലാം പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയി. क्योंकि पता है कि जो है लोग है पाप करके दूर हो गए। ജനം പാപത്തിലേക്ക് വീണുപോയപ്പോൾ ഒരു വ്യക്തി മാത്രം ദൈവത്തിന്റെ കൃപ പ്രാപിച്ചു. लोग पाप में चले गए तो सिर्फ एक ही व्यक्ति है जो अनुग्रह को प्राप्त किया। അതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ അതിന്റെ 9-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് ഇവിടെ കാണുവാൻ കഴിയും. उसका कारण क्या है करके पूछने के समय उसका जो है 9 पढ़ने से हम देख सकते हैं। നോക്കിയേ, നോഹയുടെ വംശപാരമ്പര്യം എന്തെന്നാൽ നോഹ നീതിമാനും തന്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോട് കൂടെ നടന്നു. वहां पे लिखा है कि नूह की वंशावली यह है, नूह धर्मी पुरुष और अपने समय के लोगों में खरा था और नूह परमेश्वर ही के साथ साथ चलता रहा। അവൻ ഇവിടെ ഒരു കാര്യം നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. यहाँ पे एक बात हमें सोचना चाहिए। നോഹ നീതിമാനും തന്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. नूह धर्मी और उसके जो है वंशावली में एकदम सही था। നോക്കിയ ബാക്കി ഒരൊറ്റ മനുഷ്യനുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നപ്പോൾ बाकी कोई मनुष्य नहीं, सभी लोग पाप करके जो हटने के समय തന്റെ തലമുറയിൽ തലമുറയിൽ താൻ മാത്രമാണ് നീതിമാനായിരുന്നത്. उनके जो वंशावली में से वही थे जो है धर्मी थे। നമ്മളെപ്പോഴും പറയാറുണ്ട്, എല്ലാവരും പാപം ചെയ്തു അല്ലെങ്കിൽ പാപത്തിൽ കഴിയുമ്പോൾ എല്ലാവരും അങ്ങനെ ആയി തീരും. तो हम बोलते कि सभी लोग पाप में रहने के से वैसा हो जाते हैं करके। എല്ലാവരും പാപം ചെയ്താലും सभी लोग पाप करते तो भी ആമേൻ ഒരു ദൈവ പൈതലിന്, ദൈവത്തോട് കൂടെ നടക്കുന്ന ദൈവ പൈതലിന് നീതിമാനായിരിക്കാൻ കഴിയും. एक व्यक्ति जो परमेश्वर के इसमें चलता है वो जो है धर्मी होता है। അത് സകലരും ദൈവസന്നിധി വിട്ട് പാപത്തിലേക്ക് വീണപ്പോൾ सभी लोग परमेश्वर का चरण छोड़ के पाप में गिरने के समय തന്റെ തലമുറയിൽ താൻ മാത്രം ദൈവസന്നിധിയിൽ നീതിമാനായിരുന്നു. तो उनके जो है वंशावली में से वही जो है धर्मी था। മാത്രമല്ല അവൻ ദൈവത്തോട് കൂടെ നടന്നു. सिर्फ वही नहीं, परमेश्वर के अनुसार वो चला भी। അതുകൊണ്ടാണ് ദൈവകൃപ അവന് ലഭിച്ചത്. इसीलिए परमेश्वर का अनुग्रह उनको मिला। യെസ്, ആമേൻ. ഇവിടെ ദൈവവചനം പറയുന്നു ദൈവത്തിന്റെ അനുഗ്രഹം, ആമേൻ, അല്ലെങ്കിൽ ദൈവകൃപ അവന് ലഭിക്കാനുള്ള കാരണം तो यहाँ पे उनको जो है परमेश्वर का अनुग्रह मिलने का कारण അവൻ ഒന്ന് തന്റെ തലമുറയിൽ നീതിമാനും ദൈവത്തോടു കൂടെ നടക്കുന്നവനുമായിരുന്നു. तो एक था कि वो जो है उसके वंशावली में वो धर्मी था।
ആമേൻ ആമേൻ. രണ്ടാമത് അവൻ ദൈവത്തോട് കൂടെ നടക്കുന്ന വ്യക്തിയായിരുന്നു. और दूसरा परमेश्वर के साथ साथ चलता था। അപ്പൊ നമ്മുടെ ചുറ്റുപാടുകൾ എങ്ങനെയായിരുന്നാലും तो चाहे हमारा कैसे भी होगा आज परिस्थिति, ആമേൻ, നമ്മുടെ ചുറ്റുമുള്ള ജനങ്ങൾ എങ്ങനെ ജീവിച്ചാലും कैसे भी जीने लोग जीते हैं तो भी, നമ്മുടെ ദേശം എങ്ങനെ പാപത്തിൽ വീണുപോയെന്ന് പറഞ്ഞാലും कैसे भी हमारे जो है देश पाप में गिर गया करके बोलने के समय भी, അതിന്റെ മധ്യേ ഒരു ദൈവ പൈതലിന് നീതിമാനായിരിക്കാൻ കഴിയും. तो उसके विषय भी एक व्यक्ति जो है धर्मी रह सकता है। ആ വ്യക്തിക്ക് ദൈവത്തോട് കൂടെ നടക്കുവാനും കഴിയും. वो व्यक्ति परमेश्वर के साथ जो है चल भी सकता है। അങ്ങനെ നടക്കുന്ന വ്യക്തിയെ കുറിച്ച് ദൈവത്തിന് ചില ഉദ്ദേശമുണ്ട്. वैसे चलने वाले व्यक्ति के बारे में परमेश्वर को कुछ उद्देश्य भी है। അങ്ങനെയുള്ള വ്യക്തിയോട് ദൈവം സംസാരിക്കും. वैसे वाले व्यक्ति से परमेश्वर बात भी करते हैं। ബാക്കി ആരോടും സംസാരിച്ചില്ലെങ്കിലും അങ്ങനെയുള്ള വ്യക്തിയോട് ദൈവം സംസാരിക്കും. जो है वैसे जो है लोगों से परमेश्वर बात भी करेंगे। ആമേൻ. അതുകൊണ്ടാണ് ദൈവം നോഹയെ വിളിച്ചത്. इसलिए परमेश्वर ने जो है नूह को बुलाया। തന്റെ തലമുറയിൽ നീതിമാനായിരുന്നത് കൊണ്ട് ദൈവം നോഹയോട് പറഞ്ഞു, ഞാൻ നിന്നോട് ചിലത് പറയാൻ പോവുകയാണ്. क्योंकि उनके वंशावली वो धर्मी था, इसलिए परमेश्वर ने कहा कि मैं तुमसे कुछ बोलने वाला हूँ। ദൈവം നോഹയോട് പറഞ്ഞു, നീ ഒരു പെട്ടകത്തെ ഉണ്ടാക്കണം. परमेश्वर ने उसे कहा कि तुम एक जो है जहाज बनाना है। പക്ഷെ നീ ഉണ്ടാക്കുന്ന പെട്ടകത്തിൽ സകല ജീവജന്തുക്കളും അതിൽ പ്രവേശിക്കപ്പെടും. परंतु उसमें जो है सभी जीव जंतु प्रवेश करना चाहिए। പക്ഷേ നീയും നിന്റെ കുടുംബവും അതിൽ പ്രവേശിക്കണം. वैसे तुम और तुम्हारा परिवार उसमें प्रवेश करना है। മറ്റാരും പ്രവേശിച്ചില്ലെങ്കിലും നീയും നിന്റെ കുടുംബവും അതിൽ പ്രവേശിക്കണം. कोई प्रवेश नहीं करेगा, तुम और तुम्हारा परिवार उसे प्रवेश करना चाहिए। നോക്കിയ ദൈവം അവനോട് പറഞ്ഞു, അവൻ അനുസരിച്ചു. परमेश्वर उनसे कहा, परमेश्वर और उन्होंने किया। ദൈവം പറഞ്ഞത് അതുപോലെ അവൻ ചെയ്തു. जैसे परमेश्वर ने किया वैसे उन्होंने किया भी। നമ്മളാണെങ്കിൽ എന്ത് ചെയ്തേനെ? हम रहेगा तो क्या करते थे? കുറഞ്ഞ പക്ഷം അനന്യാസിനെ പോലെ ചില ക്വസ്റ്റ്യൻ എങ്കിലും ചെയ്തേനെ. अनन्यास के समान जो कुछ सवाल तो करते थे। അവൻ നോഹ ദൈവത്തെ ചോദ്യം ചെയ്തില്ല, ദൈവം പറഞ്ഞതുപോലെ അനുസരിച്ചു. तो जो है नूह जो है वो सवाल नहीं किया, जैसे परमेश्वर ने बोला वैसे ही किया। അവനോട് പെട്ടകം ഉണ്ടാക്കാൻ പറഞ്ഞു, അവൻ പെട്ടകം ഉണ്ടാക്കി. तो जैसे उसको बोला जहाज बनाने के लिए, वो जहाज बनाया। ആ സമയം വരെയും ഭൂമിയിൽ മഴ എന്തെന്ന് അറിയത്തില്ല. वो समय तक जो है दुनिया में बारिश क्या करके नहीं पता था। അത് അറിയാത്ത കാണാത്ത ഒരു കാര്യത്തെ കുറിച്ച് നോഹ പ്രസംഗിക്കാൻ തുടങ്ങി. वो नहीं देखा हुआ, नहीं सुना हुआ ऐसे एक बातों के बारे में वो जो है भाषण देने लगा। ഇന്നും നാം യേശുവിനെ ആമേൻ ഈ ഭൂമിയിൽ വെച്ച് കണ്ടിട്ടില്ല എങ്കിലും ആ യേശുവിന്റെ ത്യാഗത്തെയും മരണത്തെയും യേശുവിന്റെ വീണ്ടും വരവിനെ കുറിച്ച് നമ്മൾ പ്രസംഗിക്കുന്നു. तो जो है हम जो है यीशु से देखा नहीं, तो भी आज उनके जो है त्याग जो किया है और उनके जो है बारे में हम लोग बोलते हैं। ആമേൻ. യേശുവിനെ കുറിച്ച് നമ്മൾ പ്രസംഗിക്കുമ്പോൾ ജനം നോഹയുടെ സമയത്തിലുള്ളതുപോലെയുള്ള ചോദ്യങ്ങൾ ചിലപ്പോൾ ചോദിച്ചിരിക്കും. तो जब जो है यीशु मसीह के समय जो है जो नूह के समय सवाल किया होगा लोगों ने, ഇന്നും ജനങ്ങൾ ആമേൻ നമ്മോട് ചില ചോദ്യങ്ങൾ ചോദിക്കാം. आज भी जो है लोग हमसे बहुत सारे सवाल किए होंगे, करते होंगे। നമുക്ക് പറയുവാൻ ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ. हमारे पास बोलने के लिए सिर्फ एक ही उत्तर है, ആമേൻ. യേശു ക്രിസ്തു വീണ്ടും വരും. यीशु मसीह वापस आने वाला है। അത് എന്താ ഉറപ്പെന്ന് ചോദിച്ചാൽ, क्या है उसमें जो है निश्चय पूछेंगे तो യേശുവിനെ കുറിച്ച് ഇതുവരെ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിറവേറിയിട്ടുണ്ട്. अभी तक यीशु मसीह के बारे में जो कुछ बोला था वो पूरा हुआ है। ആമേൻ. ശിഷ്യന്മാർ പറഞ്ഞതും ദൈവം പറഞ്ഞതും യേശു പറഞ്ഞതും എല്ലാം നിറവേറിയിട്ടുണ്ട്. जो शिष्य ने बोला और जो यीशु ने बोला सब कुछ पूरा हो रहा है। ഇനി യേശുവിന്റെ രണ്ടാം മടങ്ങി വരവ് മാത്രമേ ബാക്കിയുള്ളൂ. तो अभी जो है यीशु मसीह का दूसरा आगमन ही बाकी है അത് നിശ്ചയമായി നടക്കുക തന്നെ ചെയ്യും. और निश्चय होगा ही। ആമേൻ. നോഹയും ഇങ്ങനെ പ്രവചിച്ചുകൊണ്ട് നടന്നു. तो वैसे ही नूह भी ऐसे ही किया था। നോഹ ആമേൻ ജനത്തോട് പ്രവചിച്ചു, അതാ മഴ പെയ്യാൻ പോവുകയാ, നിങ്ങൾ ഒരുങ്ങണം. नूह जो है लोगों से कहा कि अभी बारिश आने वाला है, तुमको तैयार होना है। പക്ഷെ അനുസരിക്കാൻ ആരും തയ്യാറായില്ല. लेकिन कोई भी बात को मानने के लिए तैयार नहीं हुआ। ആമേൻ. ഒരൊറ്റ മനുഷ്യൻ പോലും അതനുസരിച്ചില്ല. एक व्यक्ति भी जो है उसको नहीं माना। അനുസരിക്കാത്തവർ എല്ലാം ആമേൻ ചത്തൊടുങ്ങുമ്പോൾ നോഹയും കുടുംബവും ജീവരക്ഷ പ്രാപിച്ചു. और जो नहीं सुना इसलिए जो है सभी लोग मरने के समय, लेकिन नूह और उसका परिवार जो है वो जीवन का रक्षा को प्राप्त किया। അതെ, അനുസരിച്ച കുടുംബം അനുഗ്രഹം പ്രാപിച്ചു, അവർ രക്ഷ പ്രാപിച്ചു.
वो जो है जिसने आयकारी हुआ वो जो है उद्धार को प्राप्त किया। അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത് അനുസരണമുള്ള ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. इसीलिए वंशवचन कहता है जो आयकारी होता है वही मसीह जिंदगी है। നോഹ അനുസരിച്ചു, അവൻ അനുഗ്രഹം പ്രാപിച്ചു. नोह जो है उसने आयकारी हुआ, वो अनुग्रह प्राप्त किया। നോഹയോട് പറഞ്ഞത് ദൈവമാണ്, നോഹയ്ക്ക് അത് ഉറപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് നോഹ അത് ചെയ്തു. उनको बोला परमेश्वर है, इसलिए उसने नूह को जो भरोसा था और वैसे इसलिए वैसा किया। ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമുക്കൊരു വ്യക്തിയെ കാണാൻ കഴിയും. उत्पत्ति किताब में हम देखते हैं 12 में, वहां पे एक व्यक्ति को देख सकते हैं। ആമേൻ. നമ്മുടെ പൂർവ്വപിതാവായ വിശ്വാസത്തിന്റെ പിതാവായ അബ്രഹാം. हमारे पूर्व पिता विश्वासियों का पिता अब्राहम। ആമേൻ. അവിടെ നമ്മൾ കാണുന്നത് അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, हम देखते हैं अब्राहम से परमेश्वर कहता है, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. तो अपने देश पिता घर सबको छोड़ के मैं जो दिखा रहा हूँ उस घर में जाने के लिए। ഞാൻ നിന്നെ കാണിച്ചിരിക്കുന്ന ദേശത്തേക്ക് പോക എന്നല്ല, मैं तुम्हें जो है दिखाया हुआ जगह में जाने के नहीं, ഞാൻ കാണിക്കാൻ പോകുന്ന ദേശത്തേക്ക് പോകുവാനാ പറഞ്ഞത്. मैं जो दिखाने वाला हूँ उस देश में जाने के लिए कहा। പ്രിയമുള്ളവരെ, നാം ഇന്ന് കാണുവാനുള്ള ആ ദേശത്തിലേക്ക്, ദൈവം കാണിപ്പാനുള്ള ദേശത്തിലേക്കാണ് നമ്മുടെ യാത്ര ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. आज हम भी जो परमेश्वर दिखाने वाला जो है उसमें हम जा रहे हैं। ആ സ്വർഗീയ കനാനിലേക്കാണ് നമ്മുടെ ഈ യാത്ര. उस स्वर्गीय कनान में हमारा यात्रा है। അപ്പോൾ അബ്രഹാമിന്റെ ജീവിതത്തിൽ വന്നതായ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിലും കടന്നു വരാൻ तो സാധ്യതയുണ്ട്. इसीलिए अब्राहम की जिंदगी में आया हुआ वैसा मुश्किल हमारी जिंदगी में भी आ सकता है। അബ്രഹാം വിശ്വാസത്താൽ ഇറങ്ങി തിരിച്ചു. अब्राहम जो है विश्वास के साथ निकला। 1-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നീ സകലതും വിട്ട് ഇറങ്ങിപ്പോകാം. उसमें लिखा है कि सब कुछ छोड़ के जाओ करके। അതെ, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക എന്ന് പറഞ്ഞപ്പോൾ मैं जो है दिखाने वाला जगह में जाने करके बोलने के समय അതിന്റെ 4-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അബ്രഹാം പുറപ്പെട്ടു. जो है यहोवा ने बताया वैसा अब्राहम जो है निकला है। പ്രിയമുള്ളവരെ, ദൈവം നമ്മോട് പറയുന്നത് അതുപോലെ നമ്മൾ അനുസരിക്കാൻ തയ്യാറായാൽ, तो ये लोगों जो है परमेश्वर से हमें कहता है वैसे अगर हम जो है सुनने तैयार है तो ദൈവത്തെ ചോദ്യം ചെയ്യാതെ ദൈവസന്നിധിയിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുത്താൽ, परमेश्वर को जो है सवाल करे बिना अगर वैसे हम देते हैं तो അവൻ നിശ്ചയമായും ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന നന്മകൾ പ്രാപിക്കാൻ കഴിയും. तो निश्चय जो उन्होंने हमें रखा है वो भलाई को हम प्राप्त करेंगे। ഇവിടെ പറയുന്നത് അബ്രഹാമിനോട് യഹോവ കൽപ്പിച്ചതുപോലെ അവൻ ചെയ്തു എന്ന്. यहाँ बोला कि अब्राहम के साथ आगे दिया था वैसे उसने किया। നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പരിശോധിച്ച് നോക്കി, ദൈവം കൽപ്പിച്ചതുപോലെയാണോ നമ്മൾ ചെയ്യുന്നത്? हमारी जिंदगी में परख के देखिए जैसे परमेश्वर आगे देते वैसा होता है क्या? ആ ദൈവം പറഞ്ഞതുപോലെയാണ് നമ്മളൊന്ന് നടക്കുന്നത്? परमेश्वर से बोलते वैसे हम चल रहे हैं क्या? അവൻ ദൈവത്തിന്റെ കൽപ്പന പ്രകാരമാണോ നമ്മൾ ആരാധിക്കുന്നത്? क्या हम परमेश्वर के आगे के अनुसार हम आराधना कर रहे हैं क्या? നാം ദൈവത്തെ ആരാധിക്കുന്നുണ്ട്, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്. हम परमेश्वर के चरणों में प्रार्थना करते उपवास करते हैं, എന്നാൽ ആമ യഥാർത്ഥത്തിൽ ഒരു വിശുദ്ധ ഹൃദയത്തോടു കൂടെയാണോ ദൈവത്തെ ആരാധിക്കുന്നത്? लेकिन असल में एक जो है शुद्ध हृदय से हम आराधना करते हैं क्या? ഹൃദയത്തിൽ പകയും കോപവും ആമയും വൈരാഗ്യവും എല്ലാം വെച്ചുകൊണ്ട് ആരാധിച്ചാൽ ദൈവം കേൾക്കുമോ? क्या हम हृदय में ऐसा कोप सब रखने के समय क्या हम आराधना कर पाएंगे? ദൈവവചനം പറയുന്നു, ഹൃദയ ശുദ്ധിയുള്ളവർ ദൈവത്തെ കാണും. परमेश्वर वचन कहता है कि जो मन के शुद्ध है वो परमेश्वर को देखेंगे। എന്നാൽ ആ ശുദ്ധ ഹൃദയത്തോടു കൂടെയാണോ നാം ദൈവത്തെ ആരാധിക്കുന്നത്? क्या वो शुद्ध मन से हम परमेश्वर की आराधना कर रहे हैं? നമ്മുടെ പ്രാർത്ഥനകളെല്ലാം മുറപടി അല്ലെങ്കിൽ അത് അതിൻ്റെതായ രീതിയിൽ നടന്നു പോകുന്നുണ്ട്. तो जो है वो उसी रीति से सजा रहा है, എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിക്കുന്നുണ്ടോ? लेकिन क्या हम जो है अनुग्रह प्राप्त कर रहे हैं? നമ്മുടെ ജീവിതത്തിൽ വിടുതലുകൾ പ്രാപിക്കുന്നുണ്ടോ? हम जो उद्धार को प्राप्त कर रहे हैं? എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആ നന്മകൾ പ്രാപിക്കുന്നില്ല? क्यों हम प्राप्त नहीं कर रहे हैं? ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചത് നമുക്ക് എന്തുകൊണ്ട് പ്രാപിക്കാൻ കഴിയുന്നില്ല? परमेश्वर ने जो हमें जो तैयार करके रखा है वो क्यों हम प्राप्त नहीं कर पा रहे हैं? ഈ ദിവസങ്ങൾ നമ്മൾ നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. इन दिनों में हमें अपने आप को ही जो है परखना है। ദൈവം പറഞ്ഞത് കേട്ട് ഇറങ്ങി തിരിച്ചവരുടെ ജീവിതത്തിൽ അവർ അനുഗ്രഹം പ്രാപിച്ചിട്ടുണ്ട്. तो जो परमेश्वर पे भरोसा किया वो जीवन में अनुग्रह प्राप्त किया है। അപ്പൊ ദൈവവചനം പറയുന്നത്, ദൈവം പറയുന്നത് അതുപോലെ അനുസരിക്കുന്ന വ്യക്തിയെയാണ് ദൈവം അന്വേഷിക്കുന്നത്. तो वैसा जो है व्यक्ति को परमेश्वर ढूंढते हैं। അങ്ങനെ ബൈബിൾ നിങ്ങൾ വായിച്ചു നോക്കിയേ, ഉൽപ്പത്തി മുതൽ നിങ്ങൾ പഠിച്ചു നോക്കിയേ, നിങ്ങൾക്ക് കാണുവാൻ കഴിയും. हम देखते हैं बाइबल में पढ़ने से, उत्पत्ति से हम पढ़ने से देख सकते हैं
ദൈവം വിളിച്ച ഓരോ വ്യക്തിയും ദൈവത്തിന്റെ വചനപ്രകാരം പോയപ്പോൾ അവർ അനുഗ്രഹം പ്രാപിച്ചിട്ടുണ്ട്. परमेश्वर बोला हर एक व्यक्ति को परमेश्वर बनाया है तो वो वैसे किया है, എന്നാൽ അനുസരിക്കാത്ത വ്യക്തിക്ക് അതിന്റെ ശിക്ഷയും അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. लेकिन जो है जो नहीं माना उसको उसका शिक्षा भी मिला है. അതുകൊണ്ടാണ് ആമേൻ മർക്കോസ് 16:16 പറയുന്നത്, इसलिए मरकुस 11:11 में बोलते हैं, അത് 16 का 16 വിശ്വസിക്കുകയും में, സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലാക്കപ്പെടും. जो विश्वास करता है बपतिस्मा लेता है, जो विश्वास नहीं करता है वो शिक्षा को प्राप्त करता है. ദൈവത്തെ അനുസരിക്കുന്ന വ്യക്തിക്ക് അനുഗ്രഹം ലഭിക്കുമ്പോൾ जो है परमेश्वर पे जो विश्वास करने वाला वो अनुग्रह प्राप्त करने के समय, അനുസരിക്കാത്ത വ്യക്തിക്ക് ശിക്ഷയും ലഭിക്കും. जो नहीं बात मानता है उसको शिक्षा ही मिलता है. നോഹയോട് പറഞ്ഞു, അവൻ അതുപോലെ ചെയ്തു. नूह को जैसा बोला था उसने वैसे ही किया. അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാം അതുപോലെ ചെയ്തു. जैसे अब्राहम से बोला था अब्राहम ने वैसे ही किया. മോശയെ പർവ്വതത്തിലേക്ക് വിളിക്കുമ്പോൾ ദൈവം മോശയോട് പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു. मूसा को पर्वत बुलाने से मूसा को बोला एक बात था, ഞാൻ നിന്നെ കാണിച്ച് നിന്നോട് സംസാരിച്ച അതേപടി തന്നെ നീ ചെയ്യണം. तो मैंने जिसे बताया है वैसे तुम्हें करना है. അതെ, മോശ അതുകൊണ്ട് ദൈവം കാണിച്ചു കൊടുത്ത മാതൃക പ്രകാരം സകലതും ഉണ്ടാക്കി. इसीलिए मूसा को जैसा बोला गया था वैसे ही उसने किया. അതെ, പ്രൈസലോട് അവൻ അവൻ പെട്ടകം ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ദൈവത്തിന്റെ സമാഗമന കൂടാരം ഉണ്ടാക്കിയത് ദൈവം പറഞ്ഞ അതേ അളവിലാണ്. उसने मिला वाला तंबू भी वैसे ही बनाया जैसे बोला गया था. അത് ദൈവം പറഞ്ഞ അതേ അളവിൽ അതിൽ അല്പവും അവൻ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തില്ല. तो वहां पे थोड़ा भी उसने जो है कम या ज्यादा नहीं किया. നമ്മളാണെങ്കിൽ ഒരു അല്പം അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരുത്തിയാണ്. हम तो हो सकता है कि यहाँ वहां थोड़ा अलग किया होगा, അത് ഇന്നും അതാണല്ലോ കാണുന്നേ. वैसे तो हम देखते हैं. ഇന്നും ആമേൻ വചനം എടുത്ത് വ്യാഖ്യാനിക്കുന്നത് ഇന്ന് ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടപ്രകാരം വ്യാഖ്യാനിക്കുന്നു. आज भी जो वचन लेके व्याख्यान करते हैं एक एक जन को उनके हिसाब से जो है व्याख्यान करते हैं. പ്രസംഗിക്കുന്ന പലർക്കും കയ്യടി കിട്ടാൻ വേണ്ടി അവർ അവരുടേതായ രീതിയിൽ അത് പറയുന്നത് കാണുവാൻ കഴിയും. कई सारे लोग को उनके हिसाब से जैसा उनको मिलना चाहिए वैसा करते हुए देख सकते हैं. ദൈവവചനം പറയുന്നു, ആ വചനത്തെ ഒന്ന് കൂട്ടുവാനോ കുറയ്ക്കുവാനോ നമുക്ക് അധികാരമില്ല. परमेश्वर से कहता है कि परमेश्वर के से रोकने के लिए बढ़ाने के लिए हमें अधिकार नहीं है. കാരണം ദൈവവചനം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് അത് ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ തന്നെ ദൈവം ഒരുക്കി തന്നിട്ടുണ്ട്. क्योंकि हमें परमेश्वर का वचन जो है एकदम श्रेष्ठ रीति से मिलता है. അതിൽ കളയാനുള്ളതെല്ലാം കളഞ്ഞിട്ട് ചേർക്കുവാനുള്ളതെല്ലാം ചേർത്താണ് നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുള്ളത്. हाँ, जो कुछ भी छोड़ना है वो छोड़ के जो कुछ भी पाना है आगे वैसे मिलता है. അതുകൊണ്ട് നമുക്ക് വചനത്തിൽ കൂട്ടുവാനോ കുറയ്ക്കുവാനോ അധികാരമില്ല. तो इसीलिए वचन में कुछ जोड़ने घटाने का हमें अधिकार नहीं है. വചനം പോലെ തന്നെ അതിലുള്ളതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനാൽ അത് വ്യാഖ്യാനിക്കപ്പെടേണ്ടതാണ്. तो वो जो है जो है पवित्र आत्मा द्वारा जो है व्याख्यान होना चाहिए. നമ്മൾ വചനത്തിലോട്ട് ചായണം. तो वचन में हमें जो भरोसा करना है. നമ്മൾ വചനം നമ്മുടെ രീതിയിൽ കൊണ്ടുവരികയല്ല ചെയ്യേണ്ടത്. तो वचन को अपनी दिशा में नहीं लेके आने का है. വചനം എങ്ങനെ പറയുന്നു അതിലോട്ട് നമ്മളാണ് പോകേണ്ടത്. वचन जैसा बोलता है उससे अनुसार हमें करना है. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, അവൻ അതുപോലെ അനുസരിച്ചു. अब्राहम से जैसा बोला उसने वैसे ही किया. അവന്റെ ജീവിതത്തിൽ അവൻ നന്മ അനുഭവിക്കാൻ ഇടയായി തീർന്നു. जो है उसके जीवन में वो जो है प्राप्त किया. നമുക്കൊരു വ്യക്തിയെ കൂടെ നോക്കാം. हम और व्यक्ति को देखते हैं. അവൻ 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിലേക്ക് വരാം. पहला राजा उसका 17 अध्याय. അവിടെ നമുക്കൊരു വ്യക്തിയെ കാണാൻ കഴിയും. वहां पे व्यक्ति को हम देख सकते हैं. ഏലിയാവ്. एलिया को. ഏലിയാവിനെ കുറിച്ച് പറയുന്നത് അവൻ നമ്മെ പോലുള്ള ഒരു മനുഷ്യനായിരുന്നു. ये लोग ऐसा बोला है कि वो हमारे समान व्यक्ति था. 2-ാം വാക്യത്തിൽ പറയുന്നു, അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. दूसरा वचन में कहता है कि उनको परमेश्वर का जो है परमेश्वर ने उनको पुकारा. അവനോട് ദൈവം പറഞ്ഞു, നീ പോയി ഞാൻ പറയുന്നത് അതുപോലെ രാജാവിനോട് കൽപ്പിക്കാം. और वो बोला कि तुम जाके जैसा बोला है वैसे जाके आगे देने के लिए. അവൻ ദൈവത്തോട് കൽപ്പന പറഞ്ഞതിന് രാജാവിനോട് ദൈവത്തിന്റെ കൽപ്പന അറിയിച്ചതിന് ശേഷം वो राजा को जो है परमेश्वर का आगे बताने के बाद ദൈവത്തിന്റെ അരുളപ്പാട് അവന് ലഭിച്ചു. परमेश्वर का जो है उनको बात पता आया. നോക്കിയേ, ഇവിടെ പറയുന്നത് അവൻ രാജാവിനോട് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ वो राजा को जो बोलना है वो बोल के हुआ तो അടുത്ത അരുളപ്പാട് അവന് ലഭിച്ചു. तो दूसरा जो है उनको जानकारी मिला. എന്നോടും നിങ്ങളോടും ദൈവം പറയുന്നത് നമ്മൾ അനുസരിക്കുമ്പോൾ तुमको और मुझे जो परमेश्वर बोलते हैं वो आगेकारी होने के समय അടുത്ത അരുളപ്പാട് നമുക്ക് ലഭിക്കും. അടുത്ത സ്റ്റെപ്പ് എങ്ങനെ വെക്കണം. तो हम फिर पता चलता है कि क्या कौन सा स्टेप रखना है करके. ഇന്ന് അനേകർ ആദ്യ സ്റ്റെപ്പ് വെക്കും, അടുത്ത സ്റ്റെപ്പ് എങ്ങനെ വെക്കണം എന്ന് അറിയത്തില്ല.
तो पहला पहला स्टेप कौन सा रखना है, दूसरा स्टेप कौन सा रखने का करके बताया नहीं है। എന്നിട്ട് എന്നിട്ട് ഇങ്ങനെ ചിന്തിക്കും, ഇത് ദൈവം പറഞ്ഞിട്ടാണോ ഞാൻ ചെയ്യുന്നത്? और फिर सोचते हैं कि ये परमेश्वर बोलते हैं इसलिए हम कर रहे हैं क्या। ഞാൻ ഇതുവരെ ചെയ്തത് ശരിയാണോ? मैं अभी तक जो किया है वो सही है क्या। യഥാർത്ഥ ദൈവശബ്ദം കേട്ടിട്ടാണോ ഞാൻ ഇറങ്ങി തിരിച്ചത്? परमेश्वर का शब्द सुन के हम निकले हैं क्या। യഥാർത്ഥത്തിൽ ദൈവവിളി ഉണ്ടായിട്ടാണോ ഇങ്ങനെ ഇറങ്ങി തിരിച്ചത്? सच्चाई में जो है परमेश्वर सा हो करके हम मैं निकल रहा हूँ क्या। എന്തുകൊണ്ടാ ഇപ്പൊ ആ ദൈവശബ്ദം കേൾക്കാത്തത്? क्यों हम जो है नहीं सुन रहे हैं परमेश्वर का शब्द। ഇങ്ങനെ പലവിധമാകുന്ന ചിന്തകൾ ജീവിതത്തിൽ കടന്നു വരും. तो ऐसे बहुत सारे जो है चिंता हमारे जीवन में आएंगे। ആമേ, ചില പ്രതിസന്ധികൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, बहुत मुश्किल जो है आने के समय, ചില പ്രതികൂലം ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, जब जीवन में बहुत सारी मुश्किल आने के समय, ആ പിശാചി ചില ചിന്തകൾ കൊണ്ടിടും. तो जो है शैतान कुछ चिंताएं डालेंगे। ആ സമയത്ത് നമ്മൾ ചിന്തിക്കും, ഇത് ശരിയാണോ? तो हम सोचेंगे ये सही है क्या। നമ്മൾ ഇറങ്ങി തിരിച്ചതെല്ലാം ശരിയാണോ? तो हम जो निकला है ये सही है क्या। ആമേൻ. പ്രിയമുള്ളവരെ, യഥാർത്ഥ ദൈവവിളി കേട്ട ഒരു പൈതലിന് ഒരിക്കലും സംശയം വരത്തില്ല. तो एक सच्चा जो परमेश्वर का बच्चा है उसको कभी जो है डाउट नहीं होगा। കാരണം കഴിഞ്ഞ 30-32 വർഷങ്ങളായി ആമേൻ ഒരു പ്രാവശ്യം പോലും പിന്നിലോട്ട് തിരിഞ്ഞു നോക്കാൻ ഇട വന്നിട്ടില്ല. क्योंकि पिछले 33 साल से जो है एक बार पीछे मुड़ने के देखने के लिए नहीं हुआ है। ആമേൻ. ദൈവം വിളിച്ചതിൻ പ്രകാരം മുന്നോട്ട് ചുവട് വെച്ച് ഇറങ്ങി തിരിച്ചു. परमेश्वर ऐसा बुलाया उसके अनुसार जो है आगे बढ़ पाया है। ഒരിക്കൽ പോലും ഇത് ദൈവവിളിയാണോ അതോ ഞാൻ എന്റെ തോന്നലാണോ എന്ന് എനിക്ക് ചിന്തിക്കേണ്ടി വന്നിട്ടില്ല. ये एक बार भी ये परमेश्वर का बुलाहट है क्या, मेरा सोच है क्या, ये सोचने के लिए नहीं हुआ। കാരണം ദൈവത്തിന്റെ ശബ്ദം വ്യക്തവും സ്പഷ്ടവുമായി കേട്ടത്. क्योंकि परमेश्वर का वचन जो एकदम व्यक्ति रीति से स्पष्ट रीति सुना था। ഞാനൊരു പ്രവാചക ശബ്ദം കേട്ട് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയ വ്യക്തിയല്ല. जो एक व्यक्ति का वचन सुन के आया वैसा नहीं है। അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് ആമേ നിനക്ക് ദൈവവിളി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയതല്ല. कोई आके बोल के तुम्हें परमेश्वर का बुलाहट है करके बोला है, यार इसलिए निकला नहीं है। എന്നോട് ദൈവം വ്യക്തവും സ്പഷ്ടവുമായി സംസാരിച്ചു. हाँ, मुझे जो है परमेश्वर व्यक्ति से बोला है। ആമേ, എന്നെ ദൈവം ആമേ ദർശനം മൂലം എന്നെ കാണിച്ചു. तो जो है दर्शन पूर्वक जो है परमेश्वर ने दिखाया। എന്നോട് ദൈവം സംസാരിച്ചു, ഞാൻ നിന്നെ അയക്കുന്ന അല്ലെങ്കിൽ നിന്നെ ഏൽപ്പിച്ചത് നീ ചെയ്യണം. परमेश्वर ने से बात किया कि मैंने तुम्हें जो बोला है वो करना करके। ആ ദൈവ ശബ്ദം വ്യക്തമായി കേട്ടത് കൊണ്ട് वो परमेश्वर का वचन एकदम ऐसे सुना, इसीलिए എനിക്ക് ഒരു വ്യക്തിയോടും പോയി ആലോചന ചോദിക്കേണ്ടി വന്നിട്ടില്ല. इसीलिए कोई व्यक्ति को जाके पूछने की जरूरत नहीं पड़ी। ആമേൻ. ദൈവത്തിന്റെ വിളിക്കായി ഏൽപ്പിച്ചു കൊടുത്തത് മുതൽ परमेश्वर का जो है बुलाहट के लिए ऐसे दे दिया है तब से ഇന്ന് വരെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ अभी तक की बातें सोचने के समय, എനിക്ക് ഉറപ്പോടെ പറയുവാൻ കഴിയും, तो मैं निश्चय से बोल सकता हूँ ആമേൻ, ആ ദൈവം വിളിച്ചുവെങ്കിൽ അന്ത്യത്തോളം നടത്തുവാനും വിശ്വസ്തനാണ്. वो परमेश्वर ने पुकारा है तो वो अंत तक जो चलाएंगे, विश्वस्त है। ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും കടന്നു വരും. जीवन में मुश्किल समस्या सब आने के समय അത് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ ദൈവം അത് നിവർത്തിക്കും. परमेश्वर के हाथों में देंगे तो परमेश्वर पूरा करेंगे। കാരണം വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ये बुलाया परमेश्वर विश्वस्त है। മനുഷ്യരെല്ലാം വാക്കുമാറും, मनुष्य सब ऐसे ही जो है हटा देंगे, എന്നാൽ വാക്കുമാറാത്ത ഒരേ ഒരു ദൈവമാണ് നമ്മെ വിളിച്ചത്. लेकिन वचन नहीं बदलने वाला एक परमेश्वर ने बुलाया है। അങ്ങനെയെങ്കിൽ ജീവിതത്തിന്റെ പ്രതിസന്ധികൾ കണ്ടുകൊണ്ട് നിങ്ങൾ സംശയിക്കരുത്. ऐसा जीवन में जो है समस्या देके तुम डाउट नहीं करना। ജീവിതത്തിലെ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ പിന്മാറിപ്പോകരുത്. जीवन में प्रश्न आने से पीछे नहीं हटना। ഈ പ്രശ്നങ്ങളെല്ലാം നമ്മെ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള പുതു ശക്തിക്ക് വേണ്ടിയാണ്. ये प्रश्न सब जो है हमें आगे बढ़ाने के लिए नया शक्ति के लिए है। ഈ പ്രശ്നങ്ങളെല്ലാം നമ്മൾ തരണം ചെയ്യുമ്പോൾ നമുക്ക് പിന്നെയും ദൈവശക്തി പ്രാപിക്കാൻ കഴിയും. ये सब हम करके आगे बढ़ेंगे तो हमें परमेश्वर का शक्ति मिलेगा। ഏലിയാവിനോട് ദൈവം പറഞ്ഞത് ഏലിയാവ് ചെയ്തപ്പോൾ एलिया को जो बोला वो एलिया करने के समय അടുത്ത് എന്ത് ചെയ്യണമെന്ന് കൂടെ ഏലിയാവിനോട് ദൈവം പറഞ്ഞു. अगला क्या करना है वो भी एलिया को बताया गया था। കാരണം ഏലിയാവ് ഇപ്പൊ സംസാരിക്കുന്നത് സാധാരണ മനുഷ്യനോടല്ല. क्योंकि एलिया भी जो बोल रहे हैं वो सादा मनुष्य से नहीं है। ഒരു ദേശത്തിലെ MLAയോടോ MP യോടല്ല സംസാരിക്കുന്നത്. वो देश के जो है MLA MP से नहीं है, അവിടുത്തെ രാജാവിനോടാ സംസാരിക്കുന്നത്. वहां के राजा से बात कर रहा है। അവൻ രാജാവിനോട് പറഞ്ഞു, ഞാൻ പറയാതെ ഒന്നും സംഭവിക്കത്തില്ല. तो वो राजा बोलते कि जो मैं बोले बिना कुछ नहीं होगा। അവനവിടെ സത്യം ചെയ്തു പറയുക, യഹോവയെ കൊണ്ട് സത്യം ചെയ്തു പറയുക, ഞാൻ പറയാതെ ഇനി ഒന്നും സംഭവിക്കത്തില്ല.
वो ये बस सच्चाई करके बोल रहे, कहीं भी बोले बिना यहाँ कुछ नहीं होगा करके। ആമേൻ. ഇവിടെ ഇനി മഴ പെയ്യണമെങ്കിൽ ഞാൻ പറയണം. अभी जो है बारिश भरना है तो यहाँ पे मैं बोलना चाहिए। ഈ ഞാൻ ആരാണെന്ന് കൂടെ അവൻ പറയുന്നുണ്ട്. ये मैं कौन हूँ करके ही बोलता है। ആമേൻ. ഞാൻ ദൈവത്തെ സേവിക്കുന്ന വ്യക്തിയാണ്. मैं परमेश्वर को सेवा करने वाला व्यक्ति है। അപ്പൊ ദൈവത്തെ സേവിക്കുന്ന ഒരു വ്യക്തി പറഞ്ഞാൽ അതുപോലെ സംഭവിക്കും. तो परमेश्वर को सेवा करने वाला व्यक्ति ऐसा बोलने के समय वैसे ही होता है। ദൈവം പറയുന്നത് അനുസരിച്ചാൽ അതുപോലെ സംഭവിക്കും. तो परमेश्वर से बोलते हैं वैसा करने से वैसे ही होता है। ദൈവം പറയുന്നതിന് പ്രകാരം നമ്മൾ കൽപ്പിച്ചാൽ അവിടെ അത്ഭുതം സംഭവിക്കും. परमेश्वर से बोलते हैं वैसे हम जो है कैसी करते हैं तो वो हो जाता है। അവിടെ നമ്മുടെ പേരോ പ്രശസ്തിക്കോ വേണ്ടി ഒന്നും ചെയ്യരുത്. वह हमारा नाम या जो है उसके नहीं करना है। ഇന്ന് പലയിടത്തും കാണുന്നത് ആമേൻ തങ്ങളുടെ പേര് ഒന്ന് പ്രസിദ്ധപ്പെടുത്തണം എന്നുള്ള ചിന്തയാണ്. आज हर जगह देखते हैं कि खुद का नाम जो है प्रसिद्ध होने के लिए करते हैं। ഏലിയാവ് പറഞ്ഞത് ഞാൻ പറയാതെ സംഭവിക്കില്ല എന്ന് പറയുവാൻ കാരണം एलिया से बोला कि मैं ऐसा बोला वैसा होने के लिए, वैसा बोलने के लिए कारण അവൻ പറഞ്ഞു ഞാൻ സേവിക്കുന്ന ദൈവത്തിന്റെ നാമത്തിലാണ് ഞാൻ പറയുന്നത്. उसने कहा कि मैं सेवा करने वाला परमेश्वर के नाम से मैं कहता हूँ। സംഭവം എല്ലാം വിളിച്ചു പറഞ്ഞു. जो है बात सब बताया है। ആമേ രാജാവിന്റെ മുമ്പ് പോയി കാര്യങ്ങളെല്ലാം ധൈര്യത്തോടെ വിളിച്ചു പറഞ്ഞു. राजा के सामने सब कुछ बात जाके जो है पूरा धैर्य से कहा है। അടുത്തിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. अभी अगला क्या करना नहीं पता। ഉടനെ ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി. ऐसी परमेश्वर का जो बुलाहट हुआ, നീ ഇവിടെ നിന്ന് എഴുന്നേറ്റ് ആമേ കിഴക്കോട്ട് ചെന്ന് യോർദാന് കിഴക്കുള്ള കെരീത്ത് തോട്ടിൽ ഒളിച്ചിരിക്കുക. तो वहां पे वो केरीत जो है वहां पे बगीचे में जाने के लिए उसको कहते हैं। ഈശ്വരോട് നാം ആണെങ്കിൽ എന്ത് ചെയ്തേനെ? हम तो क्या करते थे, ഇവിടെ രാജാവിന്റെ മുമ്പ് ചെന്ന് വലിയൊരു പ്രവചനം നടത്തിയ राजा के सामने जाके बड़ा एक प्रवचन किया है। ആമേൻ. ഇപ്പൊ ഒന്ന് പ്രസിദ്ധമാകേണ്ട സമയമാണ്. अभी जो है प्रसिद्ध होने का समय है। രാജാവിന്റെ മുമ്പ് ഈ കാര്യം പറഞ്ഞാൽ അത് ദേശം മൊത്തം അതറിയും. राजा के सामने जाके ये बात कहेगा तो पूरा देश पता चलेगा। അപ്പൊ ദേശത്തിലെ എല്ലാ ജനത്തിനും മനസ്സിലാകും ഈ വ്യക്തി സാധാരണ വ്യക്തിയല്ല. तो ये सभी लोग को पता चलेगा कि ये व्यक्ति सादा व्यक्ति नहीं है। ഇവൻ പറഞ്ഞതുപോലെ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് ഇവൻ സാധാരണ വ്യക്തിയല്ലെന്ന് ജനം ഇവന്റെ പിന്നാലെ വരും. ये जैसा बोल रहा है वैसे हो रहा है, तो मतलब जो सादा व्यक्ति नहीं करेगी बोल के लोग उसके पीछे आएंगे। ഇന്നും അങ്ങനെയാ പലരും പ്രസിദ്ധമാകുന്നത്. आज भी ऐसे कई लोग जो प्रसिद्ध होते हैं। ആ പ്രിയസലോട് ദൈവം പറയാത്ത ചില കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞ് അത് അബദ്ധവശാൽ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ തീർന്നു. परमेश्वर जो बोलते हैं वो जैसी होता है, अगर हो गया तो फिर वो लोग अलग हो जाते हैं। കാരണം ഇന്ന് പലരും അവരുടെ പേരിന്റെ കൂടത്ത് ആമേ ചിലതെല്ലാം ചേർക്കാറുണ്ട്. तो आज कई लोग जो है अपने नाम के साथ कुछ ना कुछ जोड़ते हैं। എനിക്ക് പരിചയമുള്ള ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. मैं एक व्यक्ति को जानता हूँ। അവൻ സുവിശേഷ വേലിയിലാണ്. वो जो है इस प्रचार में है। ആ കുറച്ച് ദിവസം ആമേ വളരെ ബുദ്ധിമുട്ടിയൊക്കെ സുവിശേഷ വേല ചെയ്തു വന്നൊരു വ്യക്തിയാണ്. तो बहुत समय से जो है मुश्किल उठाकर वो आए हैं। ആമേൻ. ചില ദിവസങ്ങൾക്ക് ശേഷം ഞാൻ അവന്റെ പേര് ശ്രദ്ധിക്കുമ്പോൾ मैंने कुछ बातों के बाद उसका जो नाम मैंने देखा तो അവന്റെ പേരിന്റെ മുൻപ് ഒരു വാക്ക് ഞാൻ കണ്ടു. उसके नाम के आगे मैंने ऐसा एक शब्द देखा। അതുവരെ ഇല്ലാത്തതൊന്നും അവിടെ കാണുവാനിടയായി. अभी तक नहीं था, वो एक शब्द वहां पे आया। ആ പ്രവാചകൻ എന്നുള്ള ഒരു വാക്ക് കൂടെ അവിടെ എഴുതി ചേർത്തിട്ടുണ്ട്. जो है प्रवचन करके एक बात भी उसके नाम के आगे है। കാരണം ആമേ തന്നെ കുറിച്ച് ഇപ്പൊ കുറച്ചുകൂടെ പ്രസിദ്ധിയായി കഴിഞ്ഞു. क्योंकि अब उसके बारे में थोड़ा प्रसिद्ध हुआ इसीलिए। ഏലിയാവ് അങ്ങനെ പ്രവചനം പറഞ്ഞ വ്യക്തിയല്ല. एलिया वैसे प्रवचन नहीं दिया है। ഏലിയാവിനോട് ദൈവം പ്രവചിക്കാൻ പറഞ്ഞു, അവൻ പ്രവചിച്ചു. तो एलिया जो है जैसे प्रवचन देने बोला वैसा किया। അടുത്ത ദൈവം പറഞ്ഞു പോയി ഒളിച്ചിരിക്കാൻ പറഞ്ഞു. तो जो है अगला बोलने समय वो जाके चुप बैठने जो है चुप ഏലിയാവ് പറഞ്ഞില്ല, കർത്താവ് ഞാനിതാ രാജാവിന്റെ മുമ്പ് പറഞ്ഞു, ഇനി ഞാനെന്തിനാ ഒളിച്ചിരിക്കുന്നത്. एलिया ने ऐसा नहीं बोला कि मुझे राजा के सामने बोला तो मैं अभी की चुप के रहना है। എന്റെ കൂടെ ദൈവം ഉണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് ആരെയും നേരിടാൻ കഴിയും എന്ന് ഏലിയാവ് പറഞ്ഞില്ല. मेरे साथ परमेश्वर है तो मैं किसी को भी कर सकता है करके एलिया नहीं कहा। ഞാൻ ദൈവത്തെ സേവിക്കുന്ന വ്യക്തിയാണല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ എന്തും നടക്കും എന്ന് അവൻ പറഞ്ഞില്ല. मैं परमेश्वर को सेवा करने वाले व्यक्ति, इसलिए मैं जो कुछ बोलेगा वैसा होगा करके नहीं बोला। അതുകൊണ്ട് എനിക്കിനി ആരെയും പേടിക്കേണ്ടെന്ന് അവൻ പറഞ്ഞില്ല. इसीलिए मैं किसी को भी डरने की जरूरत नहीं करके नहीं कहा। ദൈവം അവനോട് പറഞ്ഞു, നീ കുറച്ച് ദിവസം പോയി ഒളിച്ചിരിക്കുക. परमेश्वर ने बोला कि तुम कुछ दिन जाकर छुप के रहो। അവൻ അതുപോലെ അനുസരിച്ചു. वो ऐसे जो है बात को माना। ആമേൻ. 18 മാസക്കാലം അവൻ ചെന്ന് ഒളിച്ചിരുന്നു. और जो है 15 जो है महीना तक वो ऐसे जाके छुप के रहा। അതുവരെയും ദൈവം അവനോട് സംസാരിച്ചില്ല. तब तक परमेश्वर ने उससे बात नहीं किया। ഇത്രയും ആമേൻ മാസങ്ങൾ ദൈവം അവനോട് ഒരു കൽപ്പനയും പറഞ്ഞില്ല.
तो इतना समय तक परमेश्वर ने कुछ उसको जो आज्ञा नहीं कहा था, പക്ഷെ അവൻ ദൈവം പറഞ്ഞതുപോലെ അനുസരിച്ചു. पर जैसे परमेश्वर ने कहा वैसे ही उसने बात को माना। ഇന്ന് പകൽക്കാലം ദൈവം പറയുന്നത് അനുസരിക്കാൻ നീ തയ്യാറാകുമ്പോൾ, आज भी जब परमेश्वर बोलने से वो जो है तुम अगर सोचने की तैयार हो तो, ആമേൻ, ദൈവം പറഞ്ഞ അതുപോലെ ചെയ്യുവാൻ നീ ഒരുങ്ങുമ്പോൾ, जैसे परमेश्वर बोला वैसे करने की तुम तैयार है അടുത്ത അരുളപ്പാട് വരെയും നീ ദൈവസേനയിൽ തന്നെ ഇരിക്കണം. तो अगला जो आने तक तुम परमेश्वर के चरणों में ही रहना है। അതിനിടയ്ക്ക് ആമേൻ ഉപവസിക്കാനോ പ്രവചനം കേൾക്കാനോ ഓടരുത്. उसके बीच में जाके उपवास या प्रवचन के बारे में नहीं जाना है। എന്ന് പറഞ്ഞാൽ ഇനിയും ദൈവാലോചന കിട്ടിയില്ലല്ലോ അതുകൊണ്ടൊന്ന് ഉപവസിച്ചേക്കാം എന്ന് ചിന്തിക്കരുത്. मतलब ये कि अभी नहीं मिला है ना तो ऐसे जाके उपवास करना, ऐसा करके नहीं है। ആമേൻ, ഈ 18 മാസക്കാലം ദൈവം ഏലിയാവിനെ ഒരുക്കി ഇരുത്തിയപ്പോൾ, तो ये जो है 18 तक जो है लोगों को जो है एलिया को छुपा के रखने के समय, ഈ 18 മാസവും ആമേൻ ഏലിയാവ് ദൈവസേനയിൽ തന്നെ ഇരുന്നു. जो है ये 18 महीना भी परमेश्वर के चरणों में ही था। അവൻ വേറെ ഒന്നും ചെയ്യുവാൻ പോയില്ല. वो और कुछ भी करने नहीं गया। ദൈവം അവനോട് പറഞ്ഞു, അവൻ അനുസരിച്ചു. परमेश्वर से बोला वैसे उसने किया। ചില സമയങ്ങളിൽ മൗനമായിരിക്കാൻ ദൈവം പറയുമ്പോൾ, समय में जो है परमेश्वर चुप रहने के लिए बोलने के समय നമ്മൾ മൗനമായിരുന്നേ മതിയാവും. हम चुप रहना ही है। ഇസ്രായേൽ ജനത്തോട് ദൈവം പറഞ്ഞത്, इसराइल के लोगों से परमेश्वर ने कहा, യെരിഹോവിന്റെ മതിൽ ചുറ്റുന്നത് 6 ദിവസവും നിങ്ങൾ മൗനമായി ചുറ്റണം. यरीहो का जब भी तुम दीवार जो है घूमने के समय तुम्हें जो है 6 दिन चुप रहना है करके। ആമേൻ, നിങ്ങൾ മിണ്ടാതെ വായ് തുറക്കാതെ വേണം നിങ്ങൾ ഈ മതിൽ ചുറ്റാൻ. तुम्हें चुप रहना है, चुपचाप जाना है करके उन्होंने कहा था। അവർ അതുപോലെ ചെയ്തു. उन्होंने वैसे ही किया। 7-ാം ദിവസം ശബ്ദത്തിൽ ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ പറഞ്ഞു. സ്തുതിച്ചു, അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. और जो है हम देखते 7वां दिन एकदम ऊंची आवाज से करने बोले थे और वैसे ही हुआ। ഇത് ദൈവം നമ്മോട് മിണ്ടാതിരിക്കാൻ പറയുമ്പോൾ നമ്മൾ ഉച്ചത്തിൽ നിലവിളിക്കും. ये हम जो परमेश्वर चुप रहने के लिए बोलते हैं, हम लोग जो है एकदम ऊंची आवाज से बोलते हैं। ആ ദൈവം ഉച്ചത്തിൽ നിലവിളിക്കാൻ പറയുമ്പോൾ നമ്മൾ മൗനമായിരിക്കും. और जो परमेश्वर चिल्लाने बोलते हैं, हम चुप रहते हैं। അതുകൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നില്ല. इसलिए परमेश्वर का काम हमारी जिंदगी में नहीं होता है। ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണമെങ്കിൽ परमेश्वर का हमारी जिंदगी में पूरा होना है तो ദൈവം പറയുന്നത് അതുപോലെ അനുസരിക്കുന്ന വ്യക്തിയായിരിക്കണം. परमेश्वर जो बोलते हैं वैसे ही उसको बात मानने वाले व्यक्ति होना चाहिए। നമ്മുടെ ജീവിതം ഒന്ന് പരിശോധിച്ച് നോക്കിയേ, പലപ്പോഴും ദൈവശബ്ദത്തിന് അനുസരിക്കാത്തത് കൊണ്ടല്ലേ അനുഗ്രഹം പ്രാപിക്കാത്തത്? जैसे सोच के कि कई बार जो परमेश्वर का हम नई बात मानते हैं, इसीलिए हमारे जीवन में नहीं होता है ना। ദൈവം പറയുന്നത് അതുപോലെ അനുസരിക്കാനൊന്ന് തയ്യാറായി നോക്കിയേ. परमेश्वर जैसे बोलते हैं वैसे ही जो है बात मानने के तैयार होने की कोशिश कीजिए। ഏലിയാവിനോട് ദൈവം പറഞ്ഞു, ആമേ, ഇനി നീ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയി ഒളിച്ചിരിക്കുക. एली से परमेश्वर ने कहा अभी तुम जो है यहाँ पे ये करके तुम आगे उठ जाओ करके। ഇപ്പൊ നീ രാജാവിനോട് പറഞ്ഞല്ലോ, ഇനി നീ ഇവിടെ നിന്ന് പോയി ഒളിച്ചിരിക്കുക. अब तुम राज से कहा ना अभी तुम जाके जो उठ जाओ करके। 18 മാസം ഒളിച്ചിരുന്നു. 18 महीना छुप गया। ആ ഒളിച്ചിരുന്ന ആ സമയം കഴിഞ്ഞപ്പോ ദൈവം വീണ്ടും അവനോട് അരുളപ്പാട് അറിയിച്ചു. और जो है वो छुपने का वो समय हो गया तो परमेश्वर ने वापस से अपना बात बताया। ദൈവവചനം പറയുന്നു, അവൻ ഇരുന്ന സ്ഥലത്ത് അവന് ആഹാരം ലഭിച്ചുകൊണ്ടേയിരുന്നു. परमेश्वर वचन कहता है कि वो जहाँ बैठा था वहां पे उनको जो है खाना मिल ही रहा था। പിന്നെ നമ്മൾ 8-ാം വാക്യത്തിലാ കാണുന്നത്, ആമേൻ, ഒരു ദിവസം പെട്ടെന്ന് ഇതാ വെള്ളവും അപ്പവും എല്ലാം നിന്നുപോയി. और 8वें में हम देखते हैं कि वहां पे अचानक से खाना पानी सब रुक जाता है। അതെ, 7-ാം വാക്യത്തിൽ പറയുന്നു, ദേശത്ത് മഴ പെയ്യുകയായി കുറെ ദിവസം കഴിഞ്ഞ ശേഷം തോട് വറ്റിപ്പോയി. और हम देखते हैं वहां पे साथ में लिखा है कि वो कुछ जो है दिनों के बाद वहां पे बारिश रुक जाता है करके। അവിടെ തോട് വറ്റിയപ്പോ വെള്ളത്തിന്റെ വരവ് നിന്നു. और वहां पे वो जो है सूख जाने की वजह से वह पानी नहीं आता है। ആ സമയത്ത് അവന് ആഹാരം കൊടുത്ത കാക്കയുടെ വരവ് നിന്നു. और उस समय जो है उनको जो है भोजन देने वाला वो जो कौवा था वो भी आना बंद कर दिया। നമ്മളാണെങ്കിൽ ഒന്ന് ഉപവസിച്ച് നോക്കിയാൽ, हम जरा उपवास करे थे ആ തോടൊന്ന് കുഴിച്ചു നോക്കിയാൽ ഇച്ചിരി വെള്ളം കിട്ടുമെന്ന്. और वहां पे जाके वो कुआं जो है हम तोड़ के उसको खोदने लगते थे पानी मिलने के लिए। ഞാൻ പറയട്ടെ, ആ വെള്ളവും അപ്പവും നിന്നപ്പോൾ ദൈവം അവനോട് സംസാരിക്കാൻ തുടങ്ങി. हम देखते हैं कि वहां पे जो है वो पानी और खाना बंद होने के समय परमेश्वर से बात करना शुरू किया। ഇന്ന് പകൽക്കാലം ഞാനൊരു ആമേൻ ഒരു ദൂത് വിളിച്ചു പറയാം. एक जो है सुबह के समय जो है एक वचन बताना है। ആമേൻ, നിന്റെ അപ്പവും വെള്ളവും നിന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ ശബ്ദത്തിന് വേണ്ടി നീ കാതുറക്കുക. तुम्हारा अगर खाना पानी रुक गया है तो परमेश्वर के वचन के लिए तुम अपना कान को लगाओ। ഏലിയാവിന്റെ അപ്പവും വെള്ളത്തെയും ദൈവം നിർത്തിയത് ദൈവത്തിന്റെ അടുത്ത അരുളപ്പാട് കേൾക്കാനാണ്. एलिया का जो है खाना और पानी सब रोका था कि परमेश्वर का अगला बात सुनने के लिए था।
അതെ, അടുത്ത വാക്ക് കേൾക്കണമെങ്കിൽ നിന്റെ ചിലതെല്ലാം നിർത്തലാക്കപ്പെട്ടേ മതിയാവും. अगला बात सुनने की तुम्हारे कुछ बातें जो है रुकना ही पड़ेगा। നിന്റെ സാഹചര്യങ്ങളെ ഒന്ന് മാറ്റിയാൽ മാത്രമേ നിനക്ക് അടുത്ത ദൈവശബ്ദം കേൾക്കുവാൻ കഴിയത്തുള്ളൂ. तुम्हारे परिस्थिति को बदलेगा तो ही तुम परमेश्वर का आवाज को सुन सकते हो। നിന്റെ അവസ്ഥകളെ ഒന്ന് മാറ്റിയാൽ മാത്രമേ നിനക്ക് ദൈവശബ്ദം കേൾക്കുവാൻ കഴിയത്തുള്ളൂ. तुम्हारे अवस्था को बदलोगे तो ही तुम परमेश्वर का आवाज सुन सकते हो। ജനമെല്ലാം പട്ടിണി കിടന്ന് മരിക്കാൻ കിടക്കുമ്പോൾ लोग सब जो है एकदम भूखे होके मरने के समय ഏലിയാവ് അപ്പവും തിന്ന് വെള്ളവും കുടിച്ച് സുഖമായിരിക്കുക. एलिया जो है खाना और पानी पी के जो है एकदम अच्छे से बैठा है। ദൈവത്തിന് അവനോട് സംസാരിക്കണമെങ്കിൽ അവന്റെ അപ്പവും വെള്ളവും നിർത്തിയേ മതിയോ? परमेश्वर से बात करना है तो उनका रोटी और पानी जो रोकना ही पड़ेगा। ആമേൻ. അതുകൊണ്ടാണ് അവന്റെ അപ്പത്തെയും വെള്ളത്തെയും ദൈവം അവിടെ നിർത്തലാക്കിയത്. इसके लिए उसका रोटी और पानी को परमेश्वर रोक दिया। ഇന്ന് പകൽക്കാലം ജീവിതത്തിലെ ചില നന്മകളെ മുടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, ദൈവ ശബ്ദം കേൾക്കാൻ. जिंदगी में जो है तुम्हारी भलाई को रोक के रखा है तो मतलब ये है कि परमेश्वर का शब्द सुनने के लिए है। ഇതുവരെ ലഭിച്ചുകൊണ്ടിരുന്ന ചില നന്മകൾ ആമേൻ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അടുത്ത ഉടനെ ദൈവശബ്ദം കേൾക്കാൻ റെഡി ആയിക്കോ. अभी तक जो है नहीं मिला भलाई अगर रोक के रखा है तो फिर मतलब वो जो है तुम्हारी जिंदगी में कुछ वचन सुनने के लिए है। ആമേൻ. പലർക്കും അത് മനസ്സിലാക്കാൻ കഴിയാതെ അവിടെ ഇവിടെ ഓടുക. कई लोग ये नहीं समझते हुए यहाँ वहाँ भागते हैं। ഇല്ല, ദൈവശബ്ദത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ ഇരുന്ന് നോക്കിയേ. लेकिन तो परमेश्वर का सुनने के लिए परमेश्वर के चरणों में बैठ के देखिए। ദൈവത്തിന്റെ വാക്ക് കേൾക്കുവാൻ വേണ്ടി നീ മുട്ടുമടക്കി നോക്കിയേ. परमेश्वर का काम सुने वचन सुनने के तुम एकदम जो है घुटना टेके बैठ के देखिए। ദൈവത്തിന് നിന്നോട് സംസാരിക്കാൻ വേണ്ടിയാണ് നിന്റെ അവസ്ഥയ്ക്ക് ഒരു വ്യത്യാസം വരുത്തിയത്. जो परमेश्वर तुम्हारी बातों को सुनने के लिए एकदम अलग किया है। ദൈവത്തിന് നിന്നോട് ചിലത് കൽപ്പിക്കാനുണ്ട്. परमेश्वर को तुमसे कुछ जो है आगे देना है। അടുത്ത ഒരു അരുളപ്പാടിന് വേണ്ടി അവന്റെ അപ്പത്തെയും വെള്ളത്തെയും ദൈവം അവിടെ നിർത്തലാക്കി. तो वहां पे और एक जो है शब्द सुनने के लिए उनका जो है खाना पानी को रोक दिया। അപ്പവും വെള്ളവും നിന്നപ്പോൾ അവനിതാ ദൈവശബ്ദം കേൾക്കുക. तो वो जो है एक जो परमेश्वर का आवाज को सुनता भी है। 8-ാം വാക്യത്തിൽ പറയുന്നു, അപ്പോൾ അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. तो 8 में लिखा है कि तभी उसको परमेश्वर की आवाज सुनाई दी। അപ്പൊ ഈ 18 മാസക്കാലം ദൈവത്തിന്റെ അരുളപ്പാട് അവന് ലഭിച്ചില്ല. तो 18 महीने तक परमेश्वर का आवाज को नहीं सुनाई दिया। അവൻ ഭക്ഷിച്ച് ആമേൻ കുടിച്ച് അവിടെ ഇരിക്കുകയായിരുന്നു. वो जो है खा के पी के वहां पे बैठा था। ഇപ്പൊ നോക്കിയേ, ദൈവത്തിന്റെ ശബ്ദം കേട്ടു. अभी देखिए परमेश्वर का आवाज को सुना। ഇനി ഇവിടെ നിന്ന് എഴുന്നേറ്റ് അടുത്തൊരു ദേശത്തിലേക്ക് പോവുക. अभी जो है यहाँ से उठ के दूसरे एक देश में जाने का। സാറാബാത്തിലെ വിധവയുടെ അടുക്കിലേക്ക് പോവുക. साराबाद के जो विधवा के घर में जाना। പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നു, അനേകം വിധവമാർ അവിടെ ഉണ്ടായിരുന്നു. पुराने नियम में देखते बहुत सारे विधवा वहां पे थे। അനേകർ പട്ടിണി കിടന്ന് മരിക്കാറായ അവസ്ഥയിലുണ്ട്. बहुत सारे जन जो है भूखे होके मरने के इसमें है। പക്ഷേ സാറാബാത്തിലെ ഒരു വിധവയുടെ അടുക്കിലേക്ക് മാത്രമാണ് ഏലി അവനെ പറഞ്ഞു വിട്ടത്. परंतु साराबाद के जो एक विधवा के पास ही भेजा गया था। അത് നിന്റെ അടുക്കിലേക്ക് ദൈവം തന്റെ ദൂതനെ അയക്കണമെങ്കിൽ तुम्हारे जो है पास अगर तुम्हारे दूध को भेजना है तो ദൈവത്തിന് നിന്നിൽ കൂടെ ചിലത് ചെയ്തെടുക്കാനുണ്ട്. परमेश्वर तुम्हारे से कुछ करना चाहते हैं। അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ ഒന്ന് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ऐसे है तो हम परमेश्वर के चरणों में हम अपने आप को देकर ആ ദൈവശബ്ദം കേൾക്കുവാൻ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. वो परमेश्वर का शब्द सुनने के लिए हम देते हैं। ചില ദിവസങ്ങളായില്ലേ ദൈവശബ്ദം കേട്ടിട്ട്? बहुत दिन हो गए ना परमेश्वर का शब्द सुन के। ഇന്ന് പകൽക്കാലം നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? आज सुबह हम देने तैयार है क्या? നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. अपने आंखों को बंद करें। ഒരു നിമിഷം നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. हम अपने आप को परमेश्वर के हाथों में देते हैं। യഥാർത്ഥത്തിൽ ഒരു ദൈവശബ്ദം കേട്ടിട്ട് എത്ര നാളുകളായി? कितना दिन हो गया परमेश्वर से आवाज सुन के? പ്രവചനങ്ങൾ ഒത്തിരി കേട്ടു, वचन बहुत सुना, ഒത്തിരി പ്രസംഗങ്ങൾ കേട്ടു. बहुत सारा भाषण सुना। ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവത്തിൽ നിന്നൊരു അരുളപ്പാട് ലഭിച്ചിട്ട് എത്ര നാളുകളായി? परमेश्वर से बढ़ के परमेश्वर से जो है वचन प्राप्त करने का कितना दिन हो गया? അതിനുവേണ്ടി ദൈവസന്നിധി ഇരുന്നിട്ടുണ്ടോ? क्या उसके लिए परमेश्वर के चरण में बैठा है? ഇന്ന് പകൽക്കാലം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? क्या हम अपने आप को दे सकते हैं? കർത്താവേ, എനിക്ക് ഒരു പ്രാവശ്യം കൂടെ അരുളപ്പാടൊന്ന് കേൾക്കണം. परमेश्वर और एक बार मुझे वो सुनना है। കഴിഞ്ഞ ദിവസങ്ങൾ എന്നോട് സംസാരിച്ച ദൈവം जो है पिछले दिनों में से बात किया परमेश्वर, ഒരു പ്രാവശ്യം കൂടെ എന്നോട് സംസാരിക്കണം. एक बार और मुझसे बातें करिए। എനിക്ക് ആ ശബ്ദം ഒന്ന് കേൾക്കണം. मुझे शब्द सुनना है। ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഒന്ന് സമർപ്പിക്കാൻ റെഡിയാണോ? क्या आप अपने समर्पण करने तैयार है क्या? ആര് പ്രാർത്ഥിക്കാൻ ഒരുങ്ങി? प्रार्थना करने तैयार है क्या? ദൈവം നമ്മോട് സംസാരിക്കും. परमेश्वर हमसे बातें करेंगे। ദൈവം നമ്മോട് സംസാരിക്കും. परमेश्वर हमसे बातें करेंगे। നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? परमेश्वर के चरण में देने तैयार है क्या? നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. हमारे आंखों को बंद करके हम प्रार्थना करें। സ്വർഗസ്ഥ പിതാവായ ഞങ്ങളുടെ നല്ല ദൈവമേ,
जो है स्वर्ग पिता हमारा अच्छा परमेश्वर, ഈ നല്ല സമയത്തിനായി നന്ദി പറയുന്നു. ये अच्छे समय के लिए हम धन्यवाद देते हैं। ഇന്ന് പകൽക്കാലം അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. आज सुबह के समय आपके चरणों में हम आते हैं। ആമേൻ. ഞങ്ങൾ അനുസരണമുള്ളവരായി തീരുവാൻ, हम जायका बन के होने के लिए, അങ്ങ് പറയുന്ന കൽപ്പനകളെ കേട്ടനുസരിക്കുവാൻ, जो है आपने दिया आज्ञा को सुन के जो है मानने के लिए, ഞങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. जो है अपने आप को आपके साथ में समर्पण करते हैं। ക്രിസ്തീയ ജീവിതം അനുസരണത്തിന്റെ ജീവിതം. जो मसीह जिंदगी आज्ञाकारी बनने का जिंदगी है। ഇന്ന് പകൽക്കാലം ഞങ്ങളെ ഇത് അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. अपने आप का आपके हाथों में समर्पण करते हैं, അങ്ങയുടെ ശബ്ദം കേൾക്കുവാൻ, आपका शब्द सुनने के लिए, അതനുസരിച്ച് മുന്നേറുവാൻ वो जो है उसका आज्ञाकारी होके आगे बढ़ने के लिए। ഇന്ന് പകൽക്കാലം ഞങ്ങളെ ഇതാ സമർപ്പിക്കുന്നു. तो हम जो है सुबह के समय अपने आप को समर्पण करते हैं। സ്വർഗസ്ഥ പിതാവ്, നല്ല ദൈവമേ, स्वर्गीय पिता हमारा अच्छा परमेश्वर, ഈ നല്ല സമയത്തിനായി പിന്നെ നന്ദി പറയുന്നു. ये अच्छे समय के लिए हम धन्यवाद देते हैं। ഇന്ന് പകൽക്കാലം അങ്ങയുടെ സ്ഥലത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും തിരുകരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. आज सुबह सभी लोग जो आपके चरणों में से इकट्ठे सभी लोग के लिए हम प्रार्थना करते हैं। ഞങ്ങൾ കേട്ട വചനപ്രകാരം हमने सुना वचन के अनुसार അനുസരണമുള്ളവരായി തീരുവാൻ, जो है आज्ञाकारी होते हुए होने के लिए, അനുഗ്രഹം പ്രാപിച്ചു മുന്നേറുവാൻ तो जो अनुग्रह करके प्राप्त करके आगे बढ़ने के लिए ഞങ്ങളെ ഇതാ തിരുകരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. हम जो अपने आप का आत्मसमर्पण करते हैं। കർത്താവിന്റെ പകൽക്കാലം അനുഗ്രഹിച്ച കൃപയ്ക്കായി സ്തോത്രം. तो आज अनुग्रह के परमेश्वर का धन्यवाद। എല്ലാ പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. सारे प्रिय लोगों को याद करके प्रार्थना करते हैं। ദൈവഹിതപ്രകാരം മുന്നേറുവാൻ കൃപ ചെയ്താട്ടെ. तो जो है परमेश्वर की इच्छा कैसा करने के लिए हमें सहायता कीजिएगा। അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. प्रार्थना से धन्यवाद। യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ. यीशु मसीह के अधिकार बड़ा नाम से ആമേൻ, आमीन। ആമേൻ. ദൈവവചന പ്രകാരം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. परमेश्वर इस वचन के अनुसार सभी लोगों को आशीष दे। आमीन।